വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം രണ്ടാഴ്ച മുൻപ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു Q&A റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ കുറേ നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല അടിപൊളി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, സോറി. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് പനിയൊക്കെ വന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ട് ഒന്നും കൂടെ കറക്റ്റ് ശരിയായിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമ വരും കേട്ടോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് കട്ട് ചെയ്യേണ്ട വരും ചെയ്യും തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ Q&Aക്കുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആൻസറിങ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. നിങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കണ്ടു, വിച്ചുവിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു. എന്തായാലും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാം. മെയിനായിട്ടുള്ള റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ, വിച്ചു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതിനെക്കുറിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തെന്ന് കണ്ടു കേട്ടോ, വിച്ചുവിനെ കുറിച്ചിട്ട്. അതിനൊക്കെ ഞാൻ വഴിയേ അതിനുള്ള റിപ്ലൈ തരാം. വിച്ചു വീഡിയോയ്ക്ക് വരാത്തതിൻ്റെ മെയിൻ റീസൺ കുറച്ച് അധികം വിച്ചു ഇൻട്രോവേർട്ടാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിച്ചുവിൻ്റെ വീഡിയോ എടുക്കണ്ടോ ഫോട്ടോ എടുക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ കുറച്ചൊരു ഷൈ ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചിരുത്തണ്ടെന്ന് തോന്നിയ ആളെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ Q&A എടുക്കുന്നുണ്ട്, വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ആൾ നോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അധികം പിടിച്ചിരുത്തിയില്ല, കാരണം കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ആൾ അത്രയും നേരം ഇങ്ങനെ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷനും വരും. അപ്പോൾ ഞാൻ ആൾ പിടിച്ചെടുത്തില്ല. പിന്നെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു Q&A ഒറ്റയ്ക്കായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ടോട്ടൽ 83 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ കുറേ പേര് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിന് കുറേ ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കയ്യിൽ ഫസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ചേട്ടനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ച ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ചേട്ടനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 years മുൻപാണ് ഞാൻ കണ്ടത്. ഇപ്പോഴും ആ ഒരു മൊമെൻ്റ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ കണ്ടതാണ് വിച്ചുവിനെ. ഗുരുവായൂർ വെച്ചിട്ടാണ് കണ്ടത്, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ. ഫസ്റ്റ് കണ്ടപ്പോൾ വിച്ചു ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ല തടി കുറവായിരുന്നു. അതുപോലെ തന്നെ നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോഴും നല്ല ഹൈറ്റാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ പേരെടുത്ത് വിളിക്കുക ചെയ്തത്. ബാക്കിലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിൽ എൻ്റെ പേരെടുത്ത് വിളിക്കുക ചെയ്തത്. അതും എൻ്റെ എന്താ പറയുക, റിയൽ നെയിം ആയിരുന്നില്ല, ഇൻസ്റ്റഗ്രാമിലുള്ള നെയിമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. കാവ്യ കെ നായർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആരും അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ കാവ്യ കെ നായരല്ലേ എന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞപ്പോൾ എനിക്ക് ആളുടെ ഹെഡ് കാണുന്നില്ല, കാരണം ആൾ എന്നെക്കാളും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ആൾ 6.2 ആണ്, ഞാൻ 5.4 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ. കാരണം നമ്മൾ ഓൾറെഡി മുന്നേ ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. എങ്ങനെയുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കാണാൻ സുന്ദരനായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നും നല്ല ഭംഗിയുണ്ട്. അന്ന് കുറച്ച് തടി കുറവായിരുന്നു. ഇന്നത്തേക്കാൾ അന്ന് നല്ല കുറച്ചുകൂടി കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. വിച്ചു ചേട്ടൻ്റെ വീട്ടിൽ വീഡിയോ എടുക്കാനൊക്കെ സപ്പോർട്ടാണോ? അതിനൊരു 13 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. വിച്ചു ചേട്ടൻ്റെ വീട്ടിൽ വീഡിയോ എടുക്കാൻ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ എന്നെ ആരും ഇതുവരെ സപ്പോർട്ട് ചെയ്യാണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് അങ്ങനെ ആരും ഇതുവരെയായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നല്ല, എവിടെയും, എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും ഫാമിലി മെമ്പേഴ്സ് ആരും അങ്ങനെ വീഡിയോ എടുക്കണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ആയാലും അമ്മയായാലും അച്ഛനായാലും ഇന്ന് വീഡിയോ എടുത്തില്ലേ, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ എന്തെങ്കിലും എടുക്കാനുണ്ടോ, ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് വീഡിയോ എടുക്കണ്ട അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത അവരൊന്നുമല്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. വീഡിയോ എടുക്കുന്നില്ല, ഇന്ന് വീഡിയോ വല്ലതും പോസ്റ്റ് ചെയ്തോ, അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ TV-യിലാണ് വീഡിയോ കാണാറുള്ളത്, എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ. അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ന് പുതിയ വീഡിയോസ്? എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് കാണും കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോ ഇങ്ങനെ TV-യിലിട്ട് കാണും, എല്ലാവരും അപ്പം കാണുമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഇതായില്ല, കാരണം എൻ്റെ വീഡിയോസ് എൻ്റെ വീട്ടിൽ പോലും TV-യിലിട്ട് കാണാറില്ല, നമ്മൾ ഫോണിൽ കാണുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായത് TV-യിലിട്ട് കാണുന്നു, ഫോണിൽ കാണുന്നു, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. വിച്ചു അതെ, എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വിച്ചുവിന് ലിങ്ക് അയക്കും. ഞാൻ സ്ഥിരം അയക്കുന്നതാണ്. ആഡ് വന്നോ നോക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി വിച്ചും ഇരുന്ന് കാണാറുണ്ട്. വിച്ചു ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ലിങ്ക് അയക്കാറില്ല. ഞാൻ വിച്ചുവിന് ഓട്ടോമാറ്റിക്കലി വിച്ചുവിന് സജഷൻ പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ വിച്ചുവിന് ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ, വാഷ്റൂമിലൊക്കെ ആയാലും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വിച്ചു എൻ്റെ വീഡിയോ ഇരുന്ന് കാണുകയാണല്ലേ എന്നൊക്കെ വിചാരിക്കും. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കും, അതായത്
വിച്ചൊക്കെ മെയിൻലി ചോദിക്കാറുണ്ട് റവന്യൂ എത്രയായി, എത്ര സബ്സ്ക്രൈബേഴ്സ് കയറി ഈ മാസം, എത്ര റവന്യൂ കിട്ടി ഈ മാസം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് വീഡിയോ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ? ചെയ്യാം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാം. വിച്ചു പോണതിന് മുൻപായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ നോക്കാം. ലവ് സ്റ്റോറി വീഡിയോ ഇടണേടാ, ഇത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലവ് സ്റ്റോറി ചോദിച്ചിട്ട്. അത് നമ്മുടെ ഉറപ്പിക്കൽ കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അതുപോലെ തന്നെ എന്താ പറയുക, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ലവ് സ്റ്റോറി പറയാമെന്നുള്ളൊരു ഇതിൽ ഇരിക്കുകയായിരുന്നു. ലവ് സ്റ്റോറി ഞാൻ പറയാം, എന്തായാലും ഞാൻ പറയാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടി വരും, കാരണം വിച്ചുവിന് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം. കുഴപ്പമില്ല, എന്തായാലും ഇപ്പം ഇല്ല, ഒന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഞാൻ ലവ് സ്റ്റോറി പറയാം കേട്ടോ. യുവർ എഡ്യൂക്കേഷൻ, ബെസ്റ്റ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് ഫോർ സ്കിൻ വൈറ്റനിങ്. എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ BCom ഫിനാൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റാണ്, അതിൻ്റെ കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. ബെസ്റ്റ് സൺസ്ക്രീൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അക്കോളജിക്കയുടെ യെല്ലോ അടിപൊളിയാണ്. മോയ്സ്ചറൈസർ എനിക്ക് തോന്നിയിട്ടുള്ള ബെസ്റ്റ് പോൺസ് ആണ്. ഫേസ് വാഷ് ഞാൻ എല്ലാം യൂസ് ചെയ്യും, എനിക്ക് ബെസ്റ്റ് ഒന്നുമില്ല, ഞാൻ എല്ലാം യൂസ് ചെയ്യും കേട്ടോ. ഫോർ സ്കിൻ വൈറ്റനിങ്ങിനോ, സ്കിൻ വൈറ്റനിങ്ങിന് അങ്ങനെ എനിക്ക് അറിയില്ല, ഞാൻ എല്ലാം യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലവ് മാരേജ് ആണോ? കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾ 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ആണോ, വിച്ചുവിൻ്റെ ജോബ് എന്താണ്, ചേച്ചി എന്താണ് പഠിച്ചത്, 2 പേരുടെയും ഏജ്, വീഡിയോ എടുക്കാൻ വീട്ടിൽ സപ്പോർട്ടാണോ, വിച്ചുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആൻഡ് ചേച്ചിയുടെയും. ഓക്കെ, ലവ് മാരേജ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചു. ലവ് മാരേജ് ആണോ എന്ന്. ലവ് മാരേജ് ആണ്. ഞങ്ങളുടെ 5 years ഓഫ് ലവ്. ഈ ഒരു ഇയറാണ് 5 year ആവണത്. അപ്പോൾ 5 കൊല്ലത്തെ ഞങ്ങളുടെ എന്താ പറയുക റിലേഷൻഷിപ്പാണ്. 5ാമത്തെ കൊല്ലമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഓക്കെ, വിച്ചുവിൻ്റെ ജോബ് എന്താണ്? വിച്ചുവിൻ്റെ ജോബ്, വിച്ചു ബാങ്കിലാണ്, പോളണ്ടിലാണ് വിച്ചു ജോബ് ചെയ്യുന്നത് കേട്ടോ. ചേച്ചി എന്താണ് പഠിച്ചത്? ഞാൻ ഓൾറെഡി അത് ആൻസർ ചെയ്തിട്ടുണ്ട്. 2 പേരുടെയും ഏജ്, എൻ്റെ ഏജ് 24 ഈ ജനുവരിയിൽ, വിച്ചുവിൻ്റെ ഈ ജൂലൈയിൽ 26. വീഡിയോ എടുക്കാൻ വീട്ടിൽ സപ്പോർട്ടാണോ? അതും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. വിച്ചുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വിച്ചുവിൻ്റെ വീട്ടിൽ വിച്ചുവിൻ്റെ അമ്മ, അച്ഛൻ, അനിയൻ. എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി, അമ്മ, അച്ഛൻ, കുക്കുണ്ട്, ഒരു പപ്പിയുണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ലണ്ടനിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ചുവിനുള്ളതാണ് കേട്ടോ. അതായത് ചേച്ചി കൂടെ വന്നപ്പോൾ വിച്ചുവിന് വന്ന മാറ്റം. ഇത് ഞാൻ ഓൾറെഡി വിച്ചുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വിച്ചുവിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വിച്ചുവിനോട് ചോദിച്ചു ഞാനിത് എന്താണ് ആൻസർ ചെയ്യേണ്ടത്, കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ വിച്ചു ഇതിനുള്ള ആൻസറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആളും Q&A ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം ചില Q&A ആൾ കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ആൻസർ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് എനിക്ക് തന്ന ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ, ആളുടെ ലൈഫിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ആൾക്ക് തോന്നിയ മാറ്റം, മെയിനായിട്ട് തോന്നിയ മാറ്റം, ആൾക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി വന്നു എന്നാണ്. അതാണ് ആൾ പറഞ്ഞ ആൻസർ കേട്ടോ. അപ്പോൾ അതാണ് ആൻസർ, കുറച്ച് മെയിനായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് ഏജ് ആൻഡ് വിഷ്ണുവേട്ടൻ ജോബ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലവ് അറിഞ്ഞപ്പോൾ വീട്ടിലെ റിയാക്ഷൻ അതോ പൊക്കുമായിരുന്നു? പൊക്കു ഒന്നുമല്ല, എൻ്റെ ചേച്ചി എന്താ പറയുക ഒരു പണി തന്നതാണ് എനിക്ക്. ചേച്ചിയുടെ റിലേഷൻ വീട്ടിൽ ചേച്ചിയായിട്ട് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. ആ സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, കാവ്യയ്ക്കും റിലേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞു. അതായത് ചേച്ചിയുടെ റിലേഷൻ ചേച്ചി വീട്ടിൽ പറഞ്ഞപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആൾ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. എന്ത് ചെയ്യാൻ, എനിക്ക് നല്ല ചേച്ചിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ റിലേഷൻ പിടിക്കുന്നതല്ല അറിയണത്, പിടിച്ചിട്ടൊന്നുമില്ല, അറിയണത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് വിഷ്ണു. അതുകൊണ്ട് അവർക്ക് വലിയ ഞെട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ 5 years ആയിട്ടുള്ള റിലേഷനാണെന്ന് പറഞ്ഞല്ലോ. ഈ 5 yearsൽ 2 years കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫാമിലി ടോക്സിൽ ഞാൻ വിഷ്ണുവിൻ്റെ നെയിം ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷ്ണു നമ്മൾ വിഷ്ണുവിനോട് സംസാരിച്ചു, അവിടെ നിന്ന് കണ്ടു, നമ്മളവിടെ നിന്ന് ഫോട്ടോ എടുത്തു, ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു. അങ്ങനെ ആ ഒരു ടോക്ക് ഞാനൊരു 2 years കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ സംസാരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു പേരോ അല്ലെങ്കിൽ ഒരാളോ പുതിയതായിരുന്നില്ല, അവർക്ക് മുന്നേ അറിയണതായിരുന്നു. പിന്നെ ആ ഒരു 3 years കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അടുപ്പായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങി ഫാമിലിയിൽ. പിന്നെ വിച്ചും എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ അവരായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഊഹിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഞാൻ വിച്ചു റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ കൂടുതൽ എന്തോ ഒരു അടുപ്പം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്ന് എൻ്റെ ഫാമിലി തന്നെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം എപ്പോഴെങ്കിലും. അതുകൊണ്ട് ചേച്ചി എൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ
അവർക്ക് എന്താ വലിയ ഞെട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനായിട്ട് എൻ്റെ അച്ഛനോടോ അമ്മോടോ ആരോടും എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയേണ്ട ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. ചേച്ചിയായിട്ട് പറഞ്ഞു, നല്ല സ്മൂത്തായിട്ട് പോയി. ഒരു പ്രോബ്ലം ഉണ്ടായില്ല. കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിൻ്റാണ്, ഞാൻ പെട്ടെന്നല്ല ഈ ഒരാളെ കൊണ്ടുവന്നത്. പെട്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോഴല്ല ഇവർക്ക് ഈ ഒരാളെ അറിയണത്. ഒരു 3 years ആയിട്ട് ഇവർക്ക് വിച്ചുവിനെ അല്ലെങ്കിൽ വിച്ചുവിൻ്റെ ഫാമിലീനെ അറിയുണ്ടായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല സ്മൂത്തായിട്ട് പോയി. ചേച്ചിയിലാണ് പിന്നെ ചെറിയൊരു ഇതുണ്ടായിരുന്നത്, പക്ഷെ അതും നല്ല സ്മൂത്തായിട്ട് പോയിട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. പൊക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ രണ്ടുപേരും. ഞാനായാലും ചേച്ചിയാണ് ചേച്ചിയുടെ റിലേഷൻ ആദ്യം വീട്ടിൽ പറഞ്ഞത്. അതും പൊക്കുമൊന്നും അല്ല, ചേച്ചിയായിട്ട് പറഞ്ഞു, കൂടെ എൻ്റെയും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, വിച്ചു ചേട്ടൻ ഒന്ന് ചിരിക്കുമോ? കാണാനൊരു ആഗ്രഹം. വിച്ചു ചേട്ടൻ നല്ല ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കമൻറ്റ്, വിച്ചു ചേട്ടൻ ചിരിക്കാത്ത എന്താ, വിച്ചുവിന് ചിരിയില്ലേ, നിൻ്റെ ഹസ്ബൻഡ് എന്താ ഭയങ്കര ദേഷ്യത്തിൽ, ഒട്ടും താല്പര്യമില്ലാണ്ടാണോ കല്യാണം നടത്തിയത്, ഇങ്ങനത്തെ കുറേ കമൻറ്റ് ഞാൻ കണ്ടു. അതായത് എൻ്റെ വിച്ചുവിനെ പറ്റിയിട്ട് കുറേ കമൻറ്റ് കണ്ടു. ഞാൻ എൻ്റെ വിച്ചുവിനെ കാണാൻ തുടങ്ങിയിട്ട് 5 years ആയി. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങാനോ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നോക്കുമ്പോൾ ഒരു 5 years ആയി ഞാൻ വിച്ചുവിനെ കാണുന്നു. അത് 5 yearsൽ വിച്ചു എന്നോട് നല്ലോണം ചിരിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. ദേഷ്യമുള്ളപ്പോൾ ദേഷ്യം കാണിക്കും, വിഷമമുള്ളപ്പോൾ വിഷമം കാണിക്കും, ചിരി വരുമ്പോൾ നല്ലോണം ചിരിക്കും. പക്ഷേ വിച്ചു ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കുന്നത് ഞാൻ അപൂർവമാണ് കണ്ടേക്കുന്നത്. അതും കല്യാണ സമയത്തും എൻഗേജ്മെൻറ്റ് സമയത്താണ് ഞാൻ എൻ്റെ വിച്ചു ക്യാമറയുടെ മുന്നിലൊന്നും ചിരിക്കണം കാണണം കേട്ടോ. കാരണം സെൽഫി എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ ചിരിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഞാനിങ്ങനെ വിച്ചുകൊണ്ട് പറയണം, വിച്ചു ചിരിക്ക്, ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ വിച്ചു ചിരിക്കും. കാരണം വിച്ചു ഇതില്ലെങ്കിൽ, അതായത് ഫോണ് ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ വിച്ചുന് ഭയങ്കര ചിരിയാണ്. വിച്ചു ഭയങ്കര സംസാരമാണ്, എല്ലാവരോടും നല്ല ചിരിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. പിന്നെ വിച്ചുവിനൊരു സർക്കിളുണ്ട്, അതായത് വിച്ചുവിനെ അറിയുന്ന ഒരു സർക്കിളുണ്ട്. അതിനപ്പുറം വിച്ചു അങ്ങനെ ആരെയായിട്ടും ക്ലോസ് ആവാറില്ല, ആരെയായിട്ടും അങ്ങനെ ചിരിച്ച് മിങ്കിൾ സംസാരിക്കാറില്ല. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിട്ട് വിച്ചു ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കരമായിട്ട് ചിരിച്ച് സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ എനിക്കറിയാം 5 കൊല്ലമായിട്ട് വിച്ചു നല്ല രീതിക്ക് ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വിച്ചുവിൻ്റെ ഫാമിലിയായിട്ടും എൻ്റെ ഫാമിലിയായിട്ടും എല്ലാവരെയായിട്ടും നല്ല രീതിക്ക് മിങ്കിൾ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേരുടെ കമൻറ്റ് ഞാൻ കണ്ടു, വിച്ചു ചിരിക്കാറില്ലേ, വിച്ചുവിന് ചിരിയില്ലേ, വിച്ചു ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണോ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളൊരു 5 yearsത്തെ റിലേഷൻഷിപ്പാണ്. അതിപ്പോൾ ചിരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. വിച്ചുവിന് ചിരിയൊക്കെ ഉണ്ട്. വിച്ചു നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ഇൻട്രോവേർട്ടാണ്, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടായ മാറ്റങ്ങളും. ഞാൻ എൻ്റെ മാറ്റം പറയാം കേട്ടോ. എനിക്കുണ്ടായ മാറ്റം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞ പോലെ വിച്ചു പറഞ്ഞ പോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. ഭയങ്കര കാര്യമായിട്ടല്ല, ഭയങ്കര മെച്യൂർ ആയതൊന്നും ഞാൻ പറയില്ല, ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, എനിക്ക് ഭയങ്കര മാറ്റമൊന്നും പറയാൻ എനിക്കും അറിയില്ല. കാരണം വിച്ചുവിൻ്റെ ഫാമിലിയായിട്ടും വിച്ചുവിനായിട്ടൊക്കെ കുറേ ഇയേഴ്സ് ആയിട്ടുള്ളൊരു പരിചയമാണ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് വന്നു, അതിൻ്റേതായ ചില മാറ്റങ്ങളുണ്ടാവും. നമ്മൾ ദിവസം ചെയ്യുന്ന ആ ഒരു ടൈമിങ്ങിലും ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. അല്ലാണ്ട് എൻ്റെ ക്യാരക്ടറിന് വന്ന മാറ്റം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടറിന് ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ വിച്ചു നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി വന്നു എന്നല്ലാണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റം 2 പേർക്കും ഇല്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ചേച്ചിക്ക് എന്നാ ജോലി? എൻ്റെ ചേച്ചിക്കാണോ? എൻ്റെ ചേച്ചി ദുബായിൽ ലോജിസ്റ്റിക്കിൻ്റെ കമ്പനിയിലാണ്, ഞാൻ നാട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് കേട്ടോ. ഇനി ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്, ഇൻ്റർനാഷണൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. ഇല്ല, നമുക്കൊരൊറ്റ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതായത് മലേഷ്യ അല്ലെങ്കിൽ വിയറ്റ്നാം. അങ്ങനെ മലേഷ്യ പോയി. ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മൾ രണ്ടാളും മാത്രമായിട്ട്. പക്ഷെ അത് ലാസ്റ്റ് ടൈം ആയപ്പോൾ കുറച്ച് ഫുൾ ടൈറ്റായി, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവി നമുക്ക് ടൈമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് പോകേണ്ട ഒരു ഇത് വന്നു, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട്. മൊത്തത്തിൽ ഒരു ഇതായപ്പോൾ അത് നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു കേട്ടോ. ലവ് സ്റ്റോറി പറയുമോ? കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ലവ് സ്റ്റോറി ഞാൻ പറയാം. എനിക്ക് കുറച്ച് ടൈം തരണം കേട്ടോ. പ്രീ ബ്രൈഡൽ സ്കിൻ കെയറിൽ ഞാൻ പ്രീ ബ്രൈഡൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സലൂണിൽ തന്നെ പോയിട്ട് കുറച്ച് സർവീസ് ചെയ്തു, അത്രേ ഉള്ളൂ. ലവ് സ്റ്റോറി വേണം, ഷുവറായിട്ടും ചെയ്യാം. ഹൗ ഈസ് യുവർ മാരേജ് ലൈഫ്? ലവ് മാരേജ് ആണോ? സ്റ്റിച്ചിങ് വീഡിയോസ് ഇനി ഇടുമോ? മാരേജ് ലൈഫ് അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ലവ് മാരേജ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലവ് മാരേജ് ആണ്, 5 years ഓഫ് ലവ് ആണ്. സ്റ്റിച്ചിങ് വീഡിയോസ് ഇനി ഇടുമോ? ഇടാം.
ഞാൻ വീട്ടിൽ പോയിട്ടിടാം. ഇവിടെ മെഷീനോ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലാണ് മെഷീൻ ഉള്ളത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ടൈം കണ്ടത് ലവ് സ്റ്റോറി പറയുമോ? ഫസ്റ്റ് ടൈം കണ്ടത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കണ്ടത്. ലവ് സ്റ്റോറി ഞാൻ പറയാം. ചേച്ചി പഴയ ഡ്രസ്സൊക്കെ ആർക്കാണ് കൊടുക്കാറ്? നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനാണ് പഴയ ഡ്രസ്സൊക്കെ കൊടുക്കുന്നത്. ലവ് സ്റ്റോറി വ്ളോഗ് ഉടനെ അപ്ലോഡ് ചെയ്യണേ. ഉടനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ഏകദേശം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് എത്രയാടാ? നല്ല ക്വസ്റ്റ്യൻ. ഇപ്പോൾ വെയിറ്റ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നല്ല രീതിക്ക് വെയിറ്റ് ലോസ് എനിക്കുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ ഞാൻ 56 ആയിരുന്നു. കല്യാണം കഴിഞ്ഞതായി ഇപ്പോൾ ഞാൻ 60 ആയി. ഭയങ്കര ചുമയാട്ടോ, കുറേ നേരം കണ്ട ചുമ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ചുമ വന്ന് എന്നെ കുറേ നേരം ചുമയ്ക്കും ഞാൻ. ഇപ്പോൾ ഒന്ന് നിന്നിട്ടുണ്ട്, ഇനി എപ്പോഴും വരുമെന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ വെയിറ്റിൻ്റെ കാര്യമായിരുന്നില്ലേ? വെയിറ്റ് ഞാൻ ഒരു 4 കിലോളം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ കൂടിയിട്ടുണ്ട്. പുറത്തെ ഫുഡും വിരുന്ന് പോയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട്. പക്ഷെ കല്യാണത്തിന് മുന്നേ ഞാനൊരു ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡയറ്റ് പ്ലാനൊന്നും ചെയ്തിട്ടല്ല, ഞാൻ ഒരു ടൈമുള്ള ഫുഡ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൊരു ഡയറ്റായിരുന്നു. അങ്ങനെ ഞാൻ 60 ഒരു 4 kg ഞാനൊരു 1-2 മന്ത് കൊണ്ട് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് ഇതാ വീണ്ടും 4 kg അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ 60 ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലവ് സ്റ്റോറി ഹസ്ബൻഡ് ഹോം ടൂർ, വിച്ചുവിൻ്റെ ജോബ്, പീരീഡ് എക്സ്പീരിയൻസ്. ലവ് സ്റ്റോറി ഞാൻ പറയാം. ഹസ്ബൻഡിൻ്റെ ഹോം ടൂർ ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. വിച്ചുവിൻ്റെ ജോബ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പീരീഡ്സ് എക്സ്പീരിയൻസ് ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഞാൻ ആദ്യമായിട്ടല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലവ് സ്റ്റോറി ഞാൻ പോളണ്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടോ ചേച്ചി? സോറി ചേച്ചി. ലവ് സ്റ്റോറി പറയാം. കുറേ പേര് ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. പോളണ്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷുവർ പ്ലാൻ ഉണ്ട് നമുക്ക്. പക്ഷെ പെട്ടെന്നൊന്നും ഞാൻ പോവില്ല, കാരണം അവിടുത്തെ വിസ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഞാൻ നാട്ടിലുണ്ടാവും. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഓഫ് ബോത്ത് സൈഡ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് തോന്നുന്നു നമ്മുടെ ഏകദേശം അത് സെയിം ആണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര വാശിയാണ്. അത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര വാശിയാണ്. സെയിം ഇവിടുത്തെ വിച്ചുവിൻ്റെ അച്ഛനും അമ്മയും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, വിച്ചുവിന് ഭയങ്കര വാശിയാണ്. അതായത് ചുമ. ഓക്കെ, സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ അത് കിട്ടണം. അതിനായിട്ട് ഞാൻ ഭയങ്കര വാശി പിടിക്കുന്നു. എൻ്റെ അച്ഛനമ്മയും എപ്പോഴും ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്. സെയിം ഡയലോഗ് ഇവിടെ എത്തിയപ്പോൾ വിച്ചുവിൻ്റെ അച്ഛനമ്മയും പറയണത് ഞാൻ കേട്ടു. വിച്ചുവിന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പം അത് വേണം, അല്ലെങ്കിൽ വിച്ചു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ചു എന്തായാലും അത് ചെയ്യും. അങ്ങനത്തെ ഒരു വാശി. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും വാശിയുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം നെഗറ്റീവാണല്ലോ, വാശി ഉണ്ടെങ്കിൽ അത് നാശമാണല്ലോ. അപ്പോൾ രണ്ടുപേർക്കും അത് വന്നാൽ ഭയങ്കര നാശമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര വാശിയാണ്. പിന്നെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വാശി ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് കുഴപ്പമില്ലാതെ തോന്നും. നമ്മുടെ രണ്ടുപേരുടെ ക്യാരക്ടറിൽ വാശിയാണ് നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം. അങ്ങനെ കാരണം ഒരാൾ എന്തെങ്കിലും വഴക്കിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ എന്താ പറയുക, മിണ്ടാണ്ടിരിക്കാൻ അല്ലെങ്കിൽ തോറ്റു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കും. തർക്കിച്ച് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കും. അപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളായതുകൊണ്ട്, നമ്മളിപ്പോൾ 5 years ആയിട്ട് നമ്മൾ അറിയുന്ന കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ സോൾവ് ആയി കൂട്ടും. ഞാൻ തന്നെ സംസാരിച്ച് സോറിയൊക്കെ പറഞ്ഞ്, ഞാനായിരിക്കും കൂടുതൽ മിക്കത് സോറി പറയാം, സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ സോൾവ് ആയിട്ട് പോകും. പോസിറ്റീവ് എന്ന് പറയാൻ നമുക്ക് രണ്ടുപേർക്കും നല്ല എന്താ പറയുക, കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ രണ്ടുപേരും. പിന്നെ നമ്മൾ ഓപ്പൺ മൈൻഡാണ് രണ്ടുപേരും. നമ്മൾ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കും. അതിപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും ഒളിച്ചു വയ്ക്കാറില്ല കേട്ടോ ഒന്നും. കാരണം ഇത് നമ്മൾ 5 കൊല്ലം മുന്നേ തുടങ്ങുമ്പോഴേ ഉള്ളൊരു സംഭവമാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഒളിച്ചു വയ്ക്കരുത്. അതിപ്പോൾ പാസ്റ്റ് ആയാലും പ്രസൻ്റ് ആയാലും ഇൻകേസ് ഫ്യൂച്ചർ ആയാലും ഒന്നും ഒളിപ്പിച്ച് വയ്ക്കരുതെന്ന്. എല്ലാം അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാസ്റ്റ് ലൈഫും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെന്തിനാ, അതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനൊരു ആവശ്യമില്ലല്ലോ, പാസ്റ്റ് ലൈഫ് ഈസ് പാസ്റ്റ് അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ റിലേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം മൊമെൻ്റ് എക്സ്പീരിയൻസ് ഷെയർ പ്ലീസ്. നല്ല ചുമണ്ട് കേട്ടോ. കല്യാണ മൊമെൻ്റ് എക്സ്പീരിയൻസ് ഞാനിത് ഷോർട്ടാക്കി പറയാം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടോ, അയ്യോ പെട്ടെന്ന് കഴിഞ്ഞല്ലോ കല്യാണം. കാരണം നമ്മുടെ ലൈഫിൽ ആകെ ഒരു വട്ടേ കല്യാണം നടക്കുള്ളൂ. ചിലവരെ കല്യാണ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ അയ്യോ ഇനി നമുക്കിതുപോലെ ഒരു കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അത് കഴിഞ്ഞില്ലേ. കാരണം പെട്ടെന്ന് കഴിഞ്ഞ പോലെ. താലികെട്ടിൻ്റെ സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മണ്ഡപത്തിൽ വന്ന സമയത്ത്, അതായത് റെഡ് സാരി എടുത്ത് വന്ന സമയത്ത് അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഭയങ്കര നല്ല സ്മൂത്തായിട്ട് പോയി എനിക്കിട്ടോ. വിച്ചുവിന് പിന്നെ എപ്പോഴും ടെൻഷനാണ്. ക്യാമറയും വീഡിയോ കുറച്ച് പേര് അധികം കണ്ടു കഴിഞ്ഞാൽ വിച്ചുവിനുള്ളതാണ് ടെൻഷനും കാര്യങ്ങളൊക്കെ. എനിക്കതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അയ്യോ കല്യാണം കഴിഞ്ഞു, കാരണം ഇനി ഇങ്ങനെ ഒരു കല്യാണം നമുക്ക് ഉണ്ടാവില്ല, ആ ഒരു മട്ടിൽ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സംഭവം. പിന്നെ കല്യാണം എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. കുറേ കാര്യം എനിക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ്, എൻ്റെ ജ്വല്ലറീസ്, എൻ്റെ ഗോൾഡ്, മേക്കപ്പ്, എല്ലാത്തിനും പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. കല്യാണ വിശേഷങ്ങൾ അല്ലെങ്കിൽ കല്യാണ മൊമെൻ്റ് എക്സ്പീരിയൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി സലൂൺ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ചേച്ചിയുടെ വലിയ ഫാനാണ് ഞാൻ. മാരേജ് ഡ്രസ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയി തുടങ്ങി ചുമ കാരണം. ചേച്ചിയുടെ സലൂൺ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഷുവറായിട്ടും ഞാനത് ക്വിറ്റ് ചെയ്യുന്നില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നിന്ന്, അതായത് നാട്ടിൽ നിന്ന് എന്നാണോ വിച്ചുവിൻ്റെ അടുത്തേക്ക് പോണത് പോളണ്ടിലേക്ക്, അന്ന് വരെ ഞാൻ എൻ്റെ ജോബ് കണ്ടിന്യൂ ചെയ്യും. എനിക്കൊരു കുഴപ്പമോ അല്ലെങ്കിൽ എനിക്കൊരു തടസ്സങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അന്ന് വരെ അത് കണ്ടിന്യൂ ചെയ്യും. ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ വലിയ ഫാനാണ്. വീണ്ടും താങ്ക് യു. മാരേജ് ഡ്രസ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. മാരേജ് ഡ്രസ്സ് എല്ലാം എൻ്റെ സെലക്ഷനായിരുന്നു. എൻ്റെ ഒരു എന്താ പറയുക ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡിലുള്ള ഡ്രസ്സാണ് എല്ലാം ഞാൻ ചൂസ് ചെയ്തത് മാരേജിന്. കുറേ പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഡ്രസ്സിനും. പക്ഷേ ഞാൻ അവരുടെ ആദ്യം വാക്കുകൾ കേൾക്കാൻ നിന്നിട്ടില്ല. കാരണം എൻ്റെ കല്യാണമാണ്, ലൈഫിൽ ഒന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് എൻ്റേതായ ഇഷ്ടത്തിന് അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചൂസ് ചെയ്തതാണ് എല്ലാവരും. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിക്കും ചേട്ടനും എത്രയാണ് ഏജ് ഓൾറെഡി മെൻഷൻ ചെയ്തു. ഫ്യൂച്ചർ പ്ലാൻ, നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പോളണ്ടിലേക്ക് പോവും. ഇപ്പോഴില്ല, എന്തായാലും ഫ്യൂച്ചർ എന്തായാലും ഓൾമോസ്റ്റ് ഒരു 1 years എന്തായാലും പിടിക്കും വിസ കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോളണ്ടിൽ പോവും. പിന്നെ നമ്മുടെ ഫ്യൂച്ചറൊക്കെ അവിടെ ആയിരിക്കും. കാരണം വിച്ചുവിന് കൂടുതൽ ഇഷ്ടം അവിടെ നിൽക്കാനാണ്, നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും വിച്ചുവിന് കൂടുതൽ ഇഷ്ടം അവിടെയാണ്. കാരണം വിച്ചു ലാസ്റ്റ് 6 to 7 years ആയിട്ട് പോളണ്ടിലാണ്. അപ്പോൾ ആൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും ആൾക്ക് പിടിക്കുന്നില്ല, ആളുടെ ബോഡിക്ക് പിടിക്കുന്നില്ല. ചൂട് കാര്യങ്ങളൊന്നും ആൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെയാണ്. അതെനിക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇപ്പോൾ കുറച്ചായാലും കൂടെ നിൽക്കുന്നു. അപ്പോൾ ആൾക്ക് കുറച്ചും കൂടി കംഫർട്ടും അതുപോലെ തന്നെ ആളുടെ ബോഡിയും എല്ലാം ഓക്കെ ആവുന്നത് അവിടെ നിൽക്കുമ്പോഴാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കതും നമ്മൾ ഫ്യൂച്ചർ അവിടെ തന്നെ ആയിരിക്കും. ഒട്ടും തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങോട്ട്. നെക്സ്റ്റ് ഹസ്ബൻഡ് എന്ന ജോലി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. 2 പേരും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ചേച്ചി ചേട്ടൻ്റെ കൂടെ പോവുമോ പുറത്തേക്ക്? അവിടെയാണോ സെറ്റിൽ ആവുന്നത്? ഇപ്പോൾ പോകുന്നില്ല. പോവുകയാണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും നമ്മൾ സെറ്റിൽ ആവുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് അവിടെയാണ് കുറച്ചും കൂടി ഇഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കമ്പയർ യുവർ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ്. ഇതിനുള്ള ആൻസർ ഞാൻ നേരത്തെ തന്നു തോന്നുന്നു. കമ്പയർ ചെയ്യാൻ മാത്രം എനിക്ക് വലിയ മാറ്റങ്ങൾ ഇപ്പോൾ തോന്നുന്നില്ല. ഡ്രസ്സ് നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ, താങ്ക് യു. ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ ചെയ്യാമോ? ഞാൻ അല്ലാണ്ട് കുറേ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തായാലും അത് ചെയ്യാം കേട്ടോ. റൊമാൻറ്റിക് ആരാന്നു റൊമാൻറ്റിക് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ വരെ റൊമാൻറ്റിക് ഞാനായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് റൊമാൻറ്റിക് വിച്ചു ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ വിച്ചു കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല, വിച്ചു കേൾക്കുന്നില്ല. കാരണം വിച്ചു പുറത്ത് പോയേക്കാണ്. ആ സമയം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ 2 പേരും റൊമാൻറ്റിക്കാണ്. കല്യാണത്തിന് മുന്നേ വരെ ഞാനായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഈ ചെക്കനിതൊന്നും എന്താ പറയുക ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 2 പേരും കുറച്ച് പൊടിക്ക് കൂടുതൽ നിൽക്കുക വിച്ചു ആയിരിക്കും. റൊമാൻറ്റിക് വിച്ചു ആണ്. പക്ഷെ വിച്ചു സമ്മതിച്ചില്ല കേട്ടോ, അതാണ് സംഭവം. വിച്ചു ചിലപ്പോൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്ത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വിച്ചു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് Q&A റിപ്ലൈ കൊടുത്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വീഡിയോ കാണിക്കണം, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം, എന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിക്കുന്നു. എന്തായാലും കാണിക്കാനൊന്നും പോകണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, ഡ്രൈവിംഗ് എത്ര വയസ്സിലാണ് പഠിച്ചത്? എങ്ങനത്തെ വീഡിയോസ് എടുക്കാനും കാണാനും ആണ് ഇഷ്ടം? കളരി എത്ര വയസ്സിൽ പഠിച്ചു? ഡ്രൈവിംഗ് പഠിച്ചത് 18th വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, അപ്പോഴെന്നെ പഠിച്ചു. പിന്നെ എങ്ങനത്തെ വീഡിയോസ് എടുക്കാനും കാണാനും ഇഷ്ടം? എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ ഇഷ്ടം. അതായത് ഷോപ്പിംഗ്, ട്രാവലിംഗ്, അതുപോലെ തന്നെ ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, Q&A, ചിറ്റ് ചാറ്റ് എല്ലാം ഇഷ്ടമാണ് എനിക്ക് എടുക്കാൻ. കാണാനും കൂടുതലും ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത് കേട്ടോ. ഏജ്, എഡ്യൂക്കേഷൻ, ജോബ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. ലവ് സ്റ്റോറി ഇടാമോ? ലവ് സ്റ്റോറി പറയാം. ഈ ബ്ലാക്ക് സൽവാർ എവിടെന്നാ? പ്ലീസ് റിപ്ലൈ. ഈ ക്വസ്റ്റ്യൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ Q&Aക്ക് പോസ്റ്റ് ചെയ്ത ബ്ലാക്ക് സൽവാർ എവിടെന്നാന്ന് ചോദിച്ചിട്ട് അത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടതാണ്. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോഴും യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോഴും ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് എവിടെന്നാ ചോദിച്ചിട്ട്. ഇത് ഞാൻ നമ്മുടെ കോഴിക്കോടുള്ള
കല്യാൺ നല്ല മേടിച്ചത് ഞാൻ ലുലുന്ന് കോഴിക്കോടുള്ള ലുലുന്ന് മേടിച്ചതാണ്. ലുലു ഫാഷന് 3700 800 400 എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രേമിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് റിപ്ലൈ ഇടണേ. സെയിം കമൻറ്റ് 2 വട്ടം വന്നിട്ടുണ്ട്. 2 വേറെ പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഞാനൊരു അഡ്വൈസ് പറയാനുള്ള ഒരാളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അതായത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ചുറ്റും എനിക്ക് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ലൈഫിൽ. എൻ്റെ ഇടയിൽ ന്യൂസിലായിട്ട് കുറേ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, ഇവരൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യണേ? ഇവർക്ക് ആദ്യം ഇത് നോക്കിക്കൂടെ? ഈ അവസാന ടൈമിലാണ് ഇങ്ങനെ ചെയ്യണത്. എത്ര പേരെ സൂയിസൈഡ് ചെയ്യണമെന്ന് അറിയോ ഒരു ടൈം കഴിഞ്ഞിട്ട്? ഭയങ്കര വെയിലടിക്കുന്നുണ്ടോ? സോറി, ഞാൻ ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലാസ്റ്റ് ടൈം ഇത് ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇവർക്ക് സ്റ്റാർട്ടിങ്ങിലെ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് പോകൂടെയാണ് കേട്ടോ. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ആരെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത്, ഫുള്ളായിട്ട് നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ എന്താണ്, പുറത്ത് കാണുന്ന ഒരു ഭാഗം മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആരെയായിട്ട് ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. പിന്നെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോ. അത് എന്നിട്ട് അറ്റ് എ ടൈം ഇപ്പോൾ കുറേ കേൾക്കണത് അറ്റ് എ ടൈം ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് വേറൊരു 1-2 പേരെ സ്നേഹിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണറിന് കുറേ വിഷമം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കുറേ വിഷമമല്ല, നല്ല വിഷമം ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള കീ ആർക്കും കൊടുക്കാണ്ടിരിക്കുക. നമുക്കും നമ്മുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു വട്ടം ആ ഒരു കീ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് അവർ തിരിക്കണ പോലെ ഇരിക്കും നമ്മുടെ ലൈഫ്. നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും നടക്കില്ല. അപ്പോൾ അവരുടെ ലൈഫ്, അവരെങ്ങനെയാണ് നമ്മുടെ ലൈഫ് വേണമെന്ന് വിചാരിക്കുന്നത് അതേപോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. ഒരൊറ്റ വട്ടം കൊടുത്താൽ മതി. നിങ്ങൾ അവർ പറയുന്നത് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഫുൾ ലൈഫ് നമ്മൾ അതുപോലെ അനുസരിക്കണം. അതുകൊണ്ട് ആ ഒരു കൺട്രോൾ ചെയ്യാനുള്ള കീ കൊടുക്കാതിരിക്കുക. കാരണം നമുക്കും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക ഒരാളെ. അതിപ്പോൾ പാർട്ട്ണറാണെന്നില്ല കേട്ടോ, നമ്മുടെ ഫാമിലി ആരായാലും നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാണ്ടിരിക്കുക. കാരണം ഈ ഒരാൾ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവനിപ്പോൾ ബോയ് ഫ്രണ്ട് ആയാലും അച്ഛനായാലും അമ്മയായാലും ഇവൻ പപ്പി ആയാലും നമ്മുടെ പെറ്റായാലും അവരെ മാത്രം ഇങ്ങനെ സ്നേഹിച്ച് അവർക്ക് കുറേ സ്നേഹം കൊടുത്ത് പെട്ടെന്നൊരു ദിവസം അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാവും. നമ്മളും അവരുടെ കൂടെ പോയാൽ മതി എന്നുള്ളൊരു ഇമോഷണൽ ആവും, അത്രയും ഡൗൺ ആവും. അപ്പോൾ ഒരാളെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടോക്സിക്കാണ് നമ്മുടെ പാർട്ട്ണർ, ഭയങ്കര ടെററാണ്, ഭയങ്കര എന്താ പറയുക, ഒരു ഫ്രീഡം തരുന്നില്ല, ഭയങ്കരമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഓൾ ലൈഫ് ഇതുപോലെ ആണെങ്കിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക് തോന്നുന്നുണ്ടോ? അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മുടെ ലൈഫ് ഫുള്ളായിട്ട്. സോ നമ്മൾ ഭയങ്കരമായിട്ട് ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം കുറേ ഞാൻ കാണുന്നതും കേൾക്കുന്നതാണ്. എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് സർക്കിൾ ഉള്ള കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം കേട്ടോ. ലൈഫിലായാലും ഫ്രണ്ട്സിൻ്റെ ലൈഫിലായാലും എല്ലാം അറിയണ കാരണം എനിക്ക് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ന്യൂസിൽ കേൾക്കുന്നതാണ് കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും സെയിം ആണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കേണ്ട കാര്യത്തിൽ, അതായത് അറ്റ് എ ടൈം 1-2 പേരെ നോക്കേണ്ട കാര്യത്തിൽ ഈക്വലാണ്. ഇപ്പോൾ മുൻപ് ബോയ്സ് ആണെങ്കിൽ ഇപ്പോൾ ഗേൾസും അതേപോലെയാണ്. ഇപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറെ 4-5 പേരെ വേറെ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പോൾ ചതിക്കാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളൊന്നും അല്ല. എന്നാലും എന്നോട് ചോദിച്ചപ്പോൾ ഉള്ളൊരു കമൻറ്റ് ഞാൻ ആൻസർ ചെയ്തെന്നല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നാ ജോബിന് കയറണേന്ന്. ജോബിന് ഫെബ്രുവരി ലാസ്റ്റ് വെച്ച് പോവും. സോ ഞാൻ മാർച്ചിൽ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യും കേട്ടോ. ചേച്ചിയുടെ വീട് ചാവക്കാട് എവിടെയാണ്? എൻ്റെ വീട് ചാവക്കാട് സെൻറ്ററിൽ, പ്രോപ്പർ ചാവക്കാട്. വിഷ്ണു ബാക്ക് ടു പോളണ്ട് പോയാൽ ചേച്ചിയും കൂടെ പോകും. എനി പ്ലാൻ ടു മൈഗ്രേറ്റ് പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ പോകുന്നില്ല. ഞാനിപ്പോൾ പോകുന്നില്ല, വിച്ചു പോകുന്നുണ്ട് കേട്ടോ. പ്രേമിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒരു അഡ്വൈസ് കേട്ടോ. ലവ് സ്റ്റോറി ആണോ നിങ്ങളുടെ? ലവ് സ്റ്റോറി പറയാനാണോ? ലവ് സ്റ്റോറി എന്തായാലും ഞാൻ പറയാം കേട്ടോ. വീണ്ടും ലവ് സ്റ്റോറി പറയൂ ചേച്ചി, ഷുവറായിട്ടും ഞാൻ പറയാം. ഇനി പഴയതുപോലെയൊക്കെ വീഡിയോസ് ചെയ്യുമോ? ഡേ ഇൻ മൈ ലൈഫ്, ഗെറ്റ് റെഡി വിത്ത് മീ, ഓക്കെ പ്ലീസ് റിപ്ലൈ. ഷുവറായിട്ടും ഞാൻ ചെയ്യും. കാരണം ഞാൻ ഫ്രീ ആണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ടൈം കിട്ടണം. ഇപ്പോൾ കുറച്ച്
തിരക്കാണ്, ബിസിയാണ്. ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ടും പഴയ പോലെ നല്ല ചിലപ്പോൾ അതിനും ആക്റ്റീവായിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. കാരണം ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു റൂമിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, വളരെ കുറവാണല്ലോ. അപ്പോൾ കുറച്ച് ഇവിടെ നിന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ലവ് സ്റ്റോറി പറയുമ്പോൾ ചേച്ചി, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആണ്, ഞാൻ ഒറ്റയ്ക്ക് പറയാം ലവ് സ്റ്റോറി. നിങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 1.5 1.5 വയസ്സിന് വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിൽ. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ, വിൽ യു മൈഗ്രേറ്റ്? ഷുവറായിട്ടും മൈഗ്രേറ്റ് ചെയ്യും, അങ്ങനെയാണ് വിച്ചു പറഞ്ഞിട്ടുള്ളത്. വിച്ചു കൊണ്ടുപോകണമല്ലോ, എനിക്കായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വിച്ചുവിൻ്റെ വിസയിൽ വേണം എനിക്ക് പോകാനായിട്ട്, പക്ഷെ പെട്ടെന്ന് ഉണ്ടാവില്ല, കുറച്ച് ടൈം എടുക്കും. വിച്ചു ചേട്ടൻ്റെ ജോബ് എന്താണ്? ചേച്ചി വിച്ചു ചേട്ടൻ്റെ കൂടെ പോകുന്നുണ്ടോ? ഇപ്പോൾ പോകുന്നില്ല, പോകും. വിച്ചുവിൻ്റെ ജോബ്, വിച്ചു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, പോളണ്ടിൽ കേട്ടോ. വീണ്ടും വെയിൽ മുഖത്തേക്ക് തട്ടുന്നുണ്ട് തോന്നുന്നു. ഞാൻ എത്ര കയറിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നല്ല ഇറങ്ങിയിരുന്നു കേട്ടോ. കാരണം വെയിൽ ഇതാ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കയറി ഞാൻ പിന്നെയും ബാക്കി ഇരിക്കും. നമുക്ക് വേഗം ഇത് ഫിനിഷ് ആക്കട്ടെ, കുറച്ച് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. വിച്ചുവിന് സിസ്റ്റർ ഉണ്ടോ? വിച്ചുവിന് സിസ്റ്റർ ഇല്ല. ചേച്ചിക്ക് വെഡ്ഡിങ് കഴിഞ്ഞപ്പോൾ ആണോ മെച്യൂരിറ്റി ആയോ അതോ അതിന് മുൻപാണോ മെച്യൂരിറ്റി ആയോ? എനിക്കിപ്പോഴും മെച്യൂരിറ്റി ആയിട്ടില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എനിക്ക് ആയിട്ടില്ല കേട്ടോ, അങ്ങനെ എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ ജോബ്? പോളണ്ടിൽ ബാങ്കിൽ. നെക്സ്റ്റ് കുറച്ചധികം പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സംഭവം എനിക്ക് തന്നെ ഒരു നാളം വരുന്നു. ബേബി പ്ലാൻസ് എന്താ, ഷെയർ ചെയ്യാമോ? യെസ്, ബേബി പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട എന്നുള്ളൊരു പ്ലാനാണ് എനിക്ക്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് വേണമെന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ മെച്യൂരിറ്റി ആയിട്ട് എനിക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല, അതിനുള്ളൊരു ഇതെനിക്ക് വന്നിട്ടില്ല. ഒരു ബേബീനെ കൂടെ നോക്കാനുള്ളൊരു ഒരു ഇതില്ല എനിക്ക് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ബേബി പ്ലാൻ വേണ്ടാന്ന് ഞാൻ വിച്ചുവിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് കല്യാണത്തിന് മുന്നേ നമ്മളത് സംസാരത്തിൽ വന്നിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും വേണ്ട, ഒന്ന് സെറ്റിലായി ഞാനൊക്കെ ഒന്ന് സെറ്റായി ഇട്ട് മതി ബേബി എന്നൊക്കെ. പക്ഷേ വിച്ചുവിൻ്റെ പ്ലാൻ വെച്ച് നോക്കുമ്പോൾ വിച്ചുവിന് അങ്ങനെ ഒരു പ്ലാനും ഇല്ല. കാരണം വിച്ചുവിന് ഇപ്പോൾ ആയാൽ കുഴപ്പമില്ല, പിന്നെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു പ്ലാനാണ്. പക്ഷേ വിച്ചുവിന് എന്താ പറയുക, എന്നെപ്പോലെ ഒരു 2 years 3 years ഒന്നും വിച്ചു പറയണില്ല, ഒരു 1 year ഗ്യാപ്പൊക്കെയാണ് വിച്ചു പറയുന്നത്. പക്ഷേ എനിക്കൊരു 1 to 2 years എനിക്ക് എന്തായാലും വേണം. ഇപ്പോൾ ഒന്നും ഞാൻ ഒട്ടും ബേബി പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു കമൻറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ പേരും പറയണേ, ഓരോരുത്തരുടെ പേര് പറയണേ. ചേട്ടൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യണേ. ചേട്ടൻ പോകുമ്പോൾ ചേച്ചിയെ കൊണ്ടുപോകുമോ? ഹോം ടൂർ ചെയ്യാം. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ ജോബോ? അത് ഓൾറെഡി മെൻഷൻ ചെയ്തു. വിച്ചു അബ്രോഡ് അല്ല വർക്കിംഗ്. വിച്ചുവിന് പോകുമ്പോൾ കൂടെ പോകുമോ അതോ നാട്ടിലായിരിക്കും? ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ, ക്വസ്റ്റ്യൻ അടിക്കില്ലല്ലോ. ഓക്കെ. വിച്ചു ചേട്ടൻ്റെ ഗുഡ് ആൻഡ് ബാഡ് ക്യാരക്ടർ ക്വാളിറ്റി. താങ്ക് യു. എനിക്ക് കുറച്ച് പറയാനുണ്ട്. വിച്ചുവിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് ക്യാരക്ടർ. ഞാൻ വിച്ചുവിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ, വിച്ചു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതാണ് ഞാൻ വിച്ചുവിനിൽ ഫസ്റ്റ് കണ്ട ഒരു സംഭവം. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഭയങ്കര എന്താ പറയുക, സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നല്ലോണം, അതായത് സ്നേഹം കൊടുക്കാൻ, വാരിക്കോരി കൊടുക്കാൻ ഉള്ളൊരു മനസ്സ് വിച്ചുവിന് നല്ലോണം ഉണ്ട്. അതുമാണ് വിച്ചുവിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിച്ചു നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. വിച്ചു സ്നേഹിക്കുന്നവർ വിച്ചുവിനെ കഷ്ടപ്പെടുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ല. അതായത് ഈ ഒരു ഏജിൽ വിച്ചു എനിക്ക് തോന്നുന്നു 17th ഒക്കെ ആകുമ്പോഴാണ് വിച്ചു പോളണ്ടിൽ പോയത്. അപ്പോൾ അത് പോളണ്ടിൽ പോകാനുള്ള റീസൺ വിച്ചുവിൻ്റെ ഫാമിലിയിലുള്ള ചെറിയൊരു ഫിനാൻഷ്യലിയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വിച്ചുവിന് പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു സംഭവമാണ്. ചെറുപ്പം തൊട്ടേ വിച്ചു ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവാനും വിച്ചു സ്നേഹിക്കുന്ന വിച്ചുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഹാപ്പി ആയിട്ടിരിക്കാൻ കാണാനുമാണ്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ ഇപ്പം നമ്മുടെ ജനറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ വിച്ചുവിൻ്റെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏജിൽ പറമ്പിലും പാടത്തും കളിച്ച് നടക്കുന്ന കുറേ പേരെ കാണാം, ഇപ്പോഴും കാണാം. പക്ഷേ എനിക്ക് ഞാൻ കണ്ടതിൽ ഒരു 98% അങ്ങനത്തെ ആളുകളെയാണ് പറമ്പിലും പാടത്തും ആ ഒരു ഏജിൽ 17-ാം വയസ്സിൽ അല്ലെങ്കിൽ 16-ാം വയസ്സിലൊക്കെ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 വെക്കേഷൻ +1 വെക്കേഷനൊക്കെ കളിച്ച് നടക്കുന്ന ആൾക്കാരെയാണ്. വിച്ച് +2 കഴിഞ്ഞ് പോളണ്ടിൽ പോയി അത്യാവശ്യം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൾ. ഞാൻ ആളുടെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവും, ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ, ഇത്രയും ആവാൻ ഈ ഒരു ലെവലിലാവാൻ വേണ്ടിയിട്ട്. കാരണം വിച്ചുവിൻ്റെ പേജ് 25 ആണ്. ഈ ഒരു ഏജിൽ വിച്ചു അത്യാവശ്യം ഏൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വിച്ചുവിൻ്റെ സ്വപ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു നല്ല വലിയ വീട് വെച്ചിട്ടുണ്ട്, കാറ് വാങ്ങി. അപ്പോൾ വിച്ചു അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വിച്ചുവിൻ്റെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിച്ചുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വിച്ചു നന്നായി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഫാമിലി മെമ്പറിൽ വരികയാണെങ്കിൽ ഞാനും ഹാപ്പി ആവും, എന്നെയും നന്നായിട്ട് വിച്ചു നോക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ വിച്ചുവിനെ
എനിക്ക് പെട്ടെന്ന് വിച്ചുവിനെ കണ്ടപ്പോൾ എനിക്ക് അല്ലെങ്കിൽ വിച്ചുവിനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ അതാണ്. വിച്ചു നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. വിച്ചു ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യും. എത്ര കഷ്ടപ്പെടും, മീൻസ് കുറേ നല്ല രീതിക്ക് കഷ്ടപ്പെടും ഫാമിലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വിച്ചുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഗുഡ് ക്വാളിറ്റി അതാണ്. ബാഡ് പറയാനുള്ളത് ഞാൻ മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബാഡ് വാശിയാണ്. നമുക്ക് 2 പേർക്കുണ്ട് വാശി. എനിക്ക് എൻ്റെ വാശിയുടെ ആ ഒരു ലെവൽ എനിക്കറിയില്ല. പക്ഷേ വേറൊരാളുടെ വാശി കാണുമ്പോൾ എനിക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും, എന്ത് വാശി ഇത്, ഭയങ്കര ദേഷ്യമല്ലോ എന്ന്. അത്രയും ദേഷ്യമാണ് നമുക്ക് 2 പേർക്കും. ദേഷ്യം വന്നാൽ നമ്മൾ 2 പേരും ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ സ്നേഹം വന്നാൽ നമ്മൾ 2 പേരും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ചില സമയത്തുള്ള വാശി എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഓക്കെയാണ്, ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര വാശിയാണ്, ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം പിടിച്ചാൽ കുറച്ച് നേരത്തേക്ക് വിച്ചുവിൻ്റെ ദേഷ്യം ഉണ്ടാവും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോവാ ദേഷ്യം. പക്ഷേ വിച്ചുവിന് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. സെയിം എൻ്റെ ചേച്ചീനെ പോലെയാണ്, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. മിണ്ടാണ്ടിരിക്കുക, തല്ലുകൂടിയിരിക്കുക, അങ്ങനത്തെ ഒരു സംഭവം. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലവ് മാരേജ് ആണോ? അതേ ലവ് മാരേജ് ആണ്. നെക്സ്റ്റ് കുറച്ച് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ചു ഭയങ്കര ഇൻട്രോവേർട്ട് ആണല്ലോ, താൻ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറും, എന്നിട്ടും എങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിലായി? ലവ് സ്റ്റോറി ഷെയർ ചെയ്യോടാ. ആൻഡ് ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ, തൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഒന്ന് ഷെയർ ആക്കുമോ? എങ്ങനെയെല്ലാം മാനേജ് ചെയ്യുന്നു? ജോബ്, യൂട്യൂബ്, കളരി ക്ലാസ്, ഒബ്വിയസ്ലി ഇപ്പോൾ മാരീഡായി. അപ്പോൾ ഇതിൽ വന്ന മാറ്റങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യുമോ? ഒരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ടൈം മാനേജ്മെൻറ്റ് കുറേ പേര് ചോദിക്കണം കേട്ടു, എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന്. എനിക്ക് ഒട്ടും അറിയില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. കാരണം എൻ്റെ കളരി ക്ലാസ് ഉണ്ട്, ഞാൻ ഡെയിലി ജോബ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ്, എൻ്റെ ഷൂട്ട് ഇനിയുണ്ട്. ഇതിൽ 1-2 കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. എൻ്റെ ഷൂട്ട്, എൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വിച്ചു ഭയങ്കര ഇൻട്രോവേർട്ടാണല്ലോ, താനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ. ഓക്കെ, എങ്ങനെ ഞങ്ങൾ റിലേഷൻഷിപ്പിലായെന്നല്ലേ. ആ ഒരു ടൈമിലും ഞാൻ വ്ളോഗൊക്കെ എടുത്തിരുന്നു. ഞാൻ ആ ടൈമിലും ആക്ടിങ് ഫീൽഡിലുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം, വെബ് സീരീസിലൊക്കെ. ആ ഒരു ടൈമിൽ തന്നെയാണ് വിഷ്ണുവിൻ്റെ ലൈഫിലോട്ട് വന്നതും. എങ്ങനെ ഞങ്ങൾ നിങ്ങളായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു അവനിൽ കണ്ട ആ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവന് എൻ്റെ ക്വാളിറ്റി ഇഷ്ടം. അതായത് അവൻ എപ്പോഴും പറയും ഞാൻ ഓപ്പൺ മൈൻഡാണ്, ഞാൻ ഉള്ളിലൊന്നും വെക്കാറില്ല, ഞാനെല്ലാം ഓപ്പണായിട്ട് പറയും. അതിപ്പോൾ എന്ത് കാര്യങ്ങളായാലും, പാസ്റ്റ് ആയാലും പ്രസൻ്റ് ആയാലും എല്ലാം നമ്മൾ ഓപ്പണായിട്ട് പറയും. എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ഞാൻ ആളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുമിച്ച് ലവ് സ്റ്റോറി ഞാൻ വേറെ പറയാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഓക്കെയാണ്, നമ്മുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നിയപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വെഡ്ഡിങ് സമയത്ത് സ്കിൻ നല്ല ഗ്ലോ ആക്കിയത് എങ്ങനെയാണ്? സോറി, ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല, ഉള്ള ഒരു ഗ്ലോ തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് കിസ് ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്തായിരുന്നു കേട്ടോ. വെയ്റ്റ് ആൻഡ് ഹൈറ്റ്, വെയ്റ്റ് ഇപ്പോൾ 60, ഹൈറ്റ് 5.4 feet. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഞാൻ ഓൾറെഡി എല്ലാം വായിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ നിങ്ങൾ ചോദിച്ചില്ല. എന്തായാലും നെക്സ്റ്റ് Q&A നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ബേബി പ്ലാൻസ് ആണ്. ബേബി പ്ലാൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ്, കാര്യമായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും വീഡിയോ എടുക്കുക. അതാണ് കുറച്ചും കൂടി കംഫർട്ടും കുറച്ചും കൂടി നല്ലത്. കാരണം ആളെ പിടിച്ചിരുത്തി ആളുടെ എന്താ പറയുക ഫേസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ കമൻറ്റ് ഇടും. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് തന്നെ പറയുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ചോദിച്ച രീതിയും എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.